ചീരത്തോരൻ വെക്കാൻ ചെറുപയറും കൂട്ടിയിട്ട് ഞാൻ ചീര നേരെ അരിഞ്ഞാക്കാം. കരിയാപ്പില ചീരയാണ്. ചെറുപയർ കുക്കറിനകത്ത് ഞാൻ തീരെ വെച്ചേക്കുവാണ്. 3 വിസിലടിക്കണം. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ചീരയും കൂട്ടി കറി വെക്കാം. നമുക്ക് ചീര പയറും തോരൻ വെക്കാനേ അരമുറി തേങ്ങ വേണം കേട്ടോ. ഞാൻ ചിരണ്ടുവാണേ. നിങ്ങളുടെ ഈ സൈസ് കാന്താരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കാന്താരിയാണ്. നല്ല എരിവും നല്ല ടേസ്റ്റുള്ള കാന്താരിയാണ്. ഇതിൻ്റെ പേര് നമുക്കറിയില്ല. നമുക്ക് ഇങ്ങനെ അരപ്പിനുള്ള സാധനങ്ങൾ അരമുറി തേങ്ങ വേണം. നമുക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവോള എടുത്തേക്കുന്നത്. ചെറിയ കഷ്ണം സവോള, 3 മുളകും മഞ്ഞൾപ്പൊടി. നമുക്കിത് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കാം. നമുക്ക് ഈ അരപ്പ് ഒന്ന് മിക്സിക്കകത്തിട്ട് അടിക്കാം. ഒറ്റ കറക്ക് ഇറക്കി എടുത്താൽ മതി. ഞാൻ മിക്സിക്കകത്ത് കറക്കി എടുത്തിട്ട് വരാവേ. നമുക്ക് ചീര വറുക്കാനും വിടാവേ. ചീര ഒന്ന് വറുത്തിയെടുക്കാം. ചീര വറുത്തിയെടുക്കാം. അതിൻ്റെ എല്ലാ കട്ടികൾ നോക്കോളും. ചീര വറുത്തിയെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ്. നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കുറേ കണ്ട നിറച്ച് ചീര എടുത്തു. അപ്പം നോക്കിക്കുക, വഴുത്തിയപ്പോഴത്തേനും ചുങ്ങി ഇത്രയായി ചീര നല്ലപോലെ വഴും. നമുക്ക് ഇനി അരപ്പിട്ട് കൊടുക്കാവേ. അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് പയറും കൂടി ഇട്ട് കൊടുക്കാവേ. ചെറുപയറാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് അരപ്പ് വേകാൻ സ്വല്പം വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാവേ. മൂടി വെച്ചിട്ട് ഒരാവി വരട്ടെ. 1 മിനിറ്റ് കൂടെ ഒന്ന് വേണ്ട. നമുക്കൊന്നുള്ള മൂടി വെക്കാവേ. കറി റെഡിയായി കേട്ടോ. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ചീരത്തോരൻ ഉണ്ടാക്കിയതാണ്. ചെറുപയർ വിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.